വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, കുറച്ച് സമയം വൈകിയാണ് എത്തിച്ചേർന്നത്. ഞങ്ങൾ വിചാരിച്ച സമയത്ത് ബസ് എത്തിച്ചേരാൻ പറ്റിയില്ല. അതിന് ആദ്യം തന്നെ സംഘാടകരോട് ക്ഷമ ചോദിക്കുകയാണ്. ചലച്ചിത്ര സംവിധായകനായിട്ടില്ല. നിലവിൽ കേരളത്തിലെയും രാജ്യത്തെയും ദളിത് പിന്നോക്ക ഇടവരാതി മുസ്ലിം ജനതയെ ബാധിക്കുന്ന സവർണ സംവരണം പ്രമേയമാക്കി ഒരു കൊച്ചു സിനിമ ചെയ്യുന്നുണ്ട്. ആ സിനിമ പുറത്തിറങ്ങിയാലേ ചലച്ചിത്ര സംവിധായകൻ എന്നൊക്കെയുള്ള പേരിന് അർഹത നേടുള്ളൂ എന്ന് ആദ്യം പറയുകയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയായ ചേരമാനഞ്ച് മാവോസ്യത്തിൽ നിന്നും ഫണ്ട് സ്വീകരിച്ചുകൊണ്ട് ശിവഗിരിയിലെ സച്ചിദാനന്ദ സ്വാമികൾ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ച ആ സിനിമ അടുത്ത് തന്നെ പുറത്തിറക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ജാതിയില്ല എന്നൊക്കെ അവകാശപ്പെടുന്ന കേരളീയ നവോത്ഥാന കാപട്യ സമൂഹത്തിന് മുന്നിൽ ഞങ്ങളുടെ പേര് ഒരു കുഴപ്പം പിടിച്ച പേരാണെന്ന് ആദ്യമേ പറയുന്നു. അതിന് സെൻസർ കിട്ടുമെന്നൊക്കെ ഉറപ്പില്ല. കേരള സ്റ്റോറി പോലുള്ള കൃത്യമായ പ്രൊപ്പഗണ്ട സിനിമകൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്ത ഈ സവർണ ഹൈന്ദവ, ഇടതുപക്ഷ സവർണ ഹൈന്ദവ ഈ ലോകത്ത് ചോക്കുത്തിമോനും പന്നപ്പലയനും ഒരു തീവ്രവാദി കാക്കയുമെന്നാണ് ഞങ്ങളുടെ സിനിമയുടെ പേരെന്ന് ഞാൻ ഇവിടെ പറയുകയാണ്. അപ്പോൾ ആ സിനിമ പുറത്തിറങ്ങിയാലും അതിന് എല്ലാവിധത്തിലുള്ള പിന്തുണയും സഹകരണവും ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട്, നമുക്കറിയാം രാജ്യത്തിൻ്റെ മതേതരത്വത്തെ ബഹസ്വരതയൊക്കെ തകർത്തെറിഞ്ഞതിൻ്റെ, ക്രൂരമായി വേട്ടയാടിയതിൻ്റെ 500 വർഷങ്ങളോളം ചരിത്രമുള്ള ബാബറി മസ്ജിദ് തകർത്തെറിഞ്ഞ് അവിടെ അവരുടെ സവർണ ഹൈന്ദവതയുടെ ആഘോഷത്തിൻ്റെ അർമാദിക്കലിൻ്റെ ഒരു സമയത്താണ് നമ്മളിന്ന് അതിനെതിരെയുള്ള പ്രതിഷേധക്കാരുടെ ഒത്തുകൂടിയിരിക്കുന്നത്. ബാബരി മാത്രമാണ് നീതി എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് SIO നടത്തുന്ന ഈ പരിപാടിയിൽ അതുകൊണ്ട് തന്നെ പങ്കെടുക്കുന്നതിൽ അപരമത വിദ്വേഷം പേറാത്ത മതസ്നേഹികൾക്കും മനുഷ്യസ്നേഹികൾക്കും ഈ പരിപാടിയിൽ ഉപാധികളില്ലാതെ പങ്കെടുക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ പരിപാടിയിൽ ക്ഷണിച്ച SIയോട് ആദ്യമേ ഞാൻ നന്ദി പറഞ്ഞുകൊള്ളട്ടെ. പലപ്പോഴും കഴിഞ്ഞ ദിവസം ഇപ്പോൾ ബാബുരാജേട്ടൻ പറഞ്ഞു, ഈ ഹിന്ദുത്വ വംശീയതയ്ക്കെതിരെ, ഹിന്ദുത്വത്തിൻ്റെ കടന്നുകയറ്റത്തിനെതിരെ ശ്രീനാരായണ ദർശനവേദിയുടെ ഒരു പരിപാടി ഇന്നലെ നടന്നിരുന്നു. അതിനെതിരെയൊക്കെ എത്തരത്തിലാണ് സംഘപരിവാർ അല്ലെങ്കിൽ സവർണ ഹൈന്ദവ ആശയങ്ങൾ എങ്ങനെയൊക്കെയാണ് പിന്നോക്കക്കാരിലും കേരളത്തിലെ ഈഴവരാതി ദളിത് സമൂഹങ്ങളിൽ വരെ കടന്നു കയറിക്കൊണ്ടിരിക്കുന്നത് വളരെ ആശങ്കയോടെ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. സത്യത്തിൽ കഴിഞ്ഞ 4 വർഷക്കാലം മുമ്പ് BJP സർക്കാർ ഇടതുപക്ഷത്തിൻ്റെ സഹായത്തോടു കൂടി ഈ രാജ്യത്തെ ദളിതനും പിന്നോക്കക്കാരനും മുസ്ലിമിൻ്റെയും ഭാവി തലമുറയെ ബാധിക്കുന്ന സവർണ സംവരണം എന്ന കൊടുങ്ക്രൂരത നടപ്പിലാക്കിയെന്നാണ്. എത്രത്തോളം ഭീതിജനകമായിട്ടാണ് സവർണ ഹൈന്ദവത ഇടപെടുന്നതെന്ന് സത്യത്തിൽ ഞാനൊക്കെ മനസ്സിലാക്കി തുടങ്ങിയത്. ആ വായനകളിലൂടെയാണ് സംവരണവുമായി ബന്ധപ്പെട്ട് വരെ ഈ ബാബറി മസ്ജിദ് വിഷയത്തിന് ബന്ധമുണ്ടെന്നുള്ള ഒരു തിരിച്ചറിവിലേക്കൊക്കെ ഞാൻ എത്തിച്ചേർന്നത്. ആ വായനകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് 1980കളിൽ ഈ രാജ്യത്തെ പിന്നോക്കക്കാരൻ്റെ അവസ്ഥ പഠിച്ച മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് പൂർത്തീകരിച്ചിട്ടും 90കളിൽ ഈ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് രാജ്യത്തെ OBC-ക്കാർക്ക് 27% സംവരണം കൊടുക്കണമെന്ന റിപ്പോർട്ടുമായി പുറത്തു വന്നപ്പോൾ അതിനെ പ്രതിരോധിക്കാനാണ് ഈ പറയുന്ന സവർണ ഹൈന്ദവത അദ്വാനി ഉൾപ്പെടെ രഥയാത്രയുമായി മുന്നോട്ട് വന്നത്. 1990 ഓഗസ്റ്റ് 7 എന്താണ് ആ റിപ്പോർട്ട് നടപ്പിലാക്കാനുള്ളതുമായി VP സിംഗ് സർക്കാർ മുന്നോട്ട് വന്നത്. അടുത്ത മാസമാണ് ഈ രഥയാത്രയുമായി ഇസ്ലാമോഫോബിയ ഉണ്ടാക്കാൻ ഈ പറയുന്ന ഹിന്ദു എന്ന് പറയുന്ന തട്ടിപ്പ് സംവിധാനത്തിൽ പെടാത്ത പിന്നോക്കക്കാരനെയും ദളിതനെയും ഇസ്ലാമോഫോബിയ കുത്തിക്കയറ്റി ഈ പറയുന്ന സവർണ ഹൈന്ദവതയ്ക്ക് ചൂട്ടുപിടിക്കാനുള്ള ശ്രമങ്ങളുമായിട്ടാണ് ഈ രഥയാത്ര മുന്നോട്ട് വന്നത്. അതിനെ തുടർന്നാണ് ഇവിടം വരെ നമ്മൾ എത്തിച്ചേർന്ന് നമുക്ക് ഏവർക്കും അറിയാം. ഈ പറയുന്ന ബാബറി മസ്ജിദ് തകർക്കലിലേക്കും ഈ ചരിത്രമുറങ്ങുന്ന അയോധ്യയിലെ ആ പള്ളി തകർത്തുകൊണ്ട് ഇന്ന് രാമക്ഷേത്രം പണിയുന്നതിലേക്കൊക്കെ എത്തിച്ചേർന്നതെന്ന് അങ്ങനെ അറിയാം. സവർണ ഹൈന്ദവത പലപ്പോഴും ഇങ്ങനെ ക്രൂക്കഡായിട്ടാണ് ഇടപെടാറ്. ബാബുരാജേട്ടൻ പറഞ്ഞു, കേരളത്തിൽ ഈഴവനും മുസ്ലിമും ക്രിസ്ത്യാനിയും ഉൾപ്പെടുന്ന നിവർത്തന പ്രക്ഷോഭം വന്നപ്പോൾ ഇവിടെ ക്ഷേത്രപ്രവേശന വിളംബരം കൊണ്ടുവന്നു. അപ്പോൾ പിന്നോക്കക്കാരും ഈഴവരും ഒക്കെ അമ്പലത്തിൽ ഓടിപ്പോയി. അവരൊക്കെ ഹിന്ദുക്കളായി മാറി. ഈഴവ സമുദായത്തിലെ പല നേതാക്കളും ഞങ്ങൾ ഈ ഹിന്ദുക്കളിൽ പെടുന്നവരല്ല എന്ന് ഉറക്കെ പറയുന്ന സ്വതന്ത്ര സമുദായം പോലുള്ള പുസ്തകങ്ങൾ ജനിച്ച ഹിന്ദു എന്ന് പറയപ്പെടുന്ന സവർണ ഹൈന്ദവ സംവിധാനത്തിൽ ഇടമില്ലാത്തവരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞ ആർജവത്വമുള്ള നേതാക്കളായിരുന്നു. എന്നാൽ ഇന്ന് കാലം മാറിയപ്പോൾ, ഒരു കാലത്ത് SNDP പ്രസ്ഥാനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്, ഒരു 1925-ലോ 28-ലോ ഒക്കെ 25ാം വാർഷികമൊക്കെ ആഘോഷിക്കുന്ന സമയത്ത് അതിൻ്റെ ഉദ്ഘാടകനായി എത്തിയത് കോൺഗ്രസിൻ്റെ അന്നത്തെ ദേശീയ അധ്യക്ഷൻ മദൻ മോഹൻ മാളവ്യയായിരുന്നു. അപ്പം മദൻ മോഹൻ മാളവ്യ അവിടെ ഉത്തരേന്ത്യൻ സ്റ്റൈലിലൊക്കെ പ്രസംഗം തുടങ്ങുമ്പോൾ ജയ് ശ്രീരാം വിളിച്ചിട്ടാണ് തുടങ്ങാം. ജയ് ശ്രീരാം വിളിച്ച് സദസ്സ് വിളിക്കുന്നില്ല, വേദിയിലിരിക്കുന്ന ആരും വിളിക്കുന്നില്ല. പുള്ളിക്കാരൻ വീണ്ടും വിളിച്ചു, 3ാമതും വിളിച്ചു.
സഹോദരൻ അയ്യപ്പനും ഡോക്ടർ പൽപ്പുവും അടങ്ങുന്ന കൃത്യമായ അവർണ രാഷ്ട്രീയ പിന്നോക്ക രാഷ്ട്രീയ ബോധമുള്ളവർ അന്ന് വേദിയിലിരുന്ന് ജയരാവൺ വിളിച്ചാണ് ആ മദൻ മോഹൻ മാളവ്യെ തിരുത്താൻ പാരമ്പര്യം കാണിച്ച ചരിത്രബോധമുള്ള SNDP ആണ് ഇന്ന് രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ അന്ന് ഈഴവനെയും ദളിതനെയും പിന്നോക്കക്കാരനെയും ഒരു തെരുവുപട്ടിയുടെ പോലും വിലയില്ലാത്ത ഹിന്ദു സംവിധാനത്തിൽ രാമക്ഷേത്രം പ്രതിഷ്ഠ ഉദ്ഘാടനം ചെയ്യുന്നത് വിളക്ക് കൊളുത്തണമെന്ന് പറയുന്ന രീതിയിലേക്ക് അതപ്പതിച്ചു പോയിരിക്കുന്നത്. ഇവിടെ ഉദ്ഘാടനം പറഞ്ഞു എന്നാണ് ഹമീദ് പറഞ്ഞത്. കേരളവുമായിട്ട് ഭയങ്കര അഭേദ്യമായ ബന്ധമുണ്ട് അയോധ്യ ക്ഷേത്രത്തിന്. ഈ പറയുന്ന ബാബറി മസ്ജിദ് പൊളിക്കുന്നിടത്തിലേക്ക് എത്തിച്ചേർന്നതിൽ ഞാനൊരു ഗ്രൂപ്പിൽ നിന്ന് ഷെയർ ചെയ്തൊരു വാട്സപ്പ് വീഡിയോ ഞാൻ കണ്ട്. നായർ സാബ് എന്ന് പറഞ്ഞിട്ട് പേര് അറിഞ്ഞൂടാ, KK നായർ എന്നാണ്. നമ്മുടെ EK നായരൊക്കെ പേര് പറയുന്ന പോലെ ജാതിയാണ് പേര്. എൻ്റെ പേര് പ്രശാന്ത് ഇരവൺ എന്നാണ് ഇട്ടേക്കണത്. 2019 ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് ഞാൻ മേരിക്കുട്ടിയിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഞാൻ ആ പേര് ഇടുന്നത്. കാരണം ഒരു സവർണ ഹൈന്ദവതയ്ക്കെതിരുള്ള പോരാട്ടവും കൂടിയായിട്ടാണ് ആ പേര് ഞാൻ സ്വീകരിച്ചത്. 21-ാം നൂറ്റാണ്ടിൽ ആരാണ് ജാതിവാല് വെക്കുന്നത് എന്നുള്ള ചോദ്യം ഉയർത്തുകൂടിയതിൽ ഒരു ലക്ഷ്യമുണ്ട്. മാത്രമല്ല ഇവിടുത്തെ സവർണ സംഖ്യകൾ പറയാറുണ്ട് പലരും, ഇവിടുത്തെ ഈഴവനും ദളിതനും ഒക്കെ ജാതിവാല് വെച്ചാൽ എന്തോ അപമാനമാണെന്ന്. അതിനെ പൊളിക്കുക എന്നുള്ളതും കൂടിയും അതിൻ്റെ അങ്ങനെ പല അർത്ഥങ്ങൾ ഉന്നയിച്ചിട്ടാണ് ആ പേര് സ്വീകരിച്ചത്. അപ്പൊ KK നായരുടെ പേര് പോലും അറിയില്ല, നായർന്ന് മാത്രമേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ EK നായർ എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു മുഖ്യമന്ത്രിയുടെ പേര് വരും ജാതിയാണ്. പേരെന്താണെന്ന് വെച്ചാൽ പലർക്കും അറിഞ്ഞൂടാ. കൃഷ്ണൻ അങ്ങനെ എന്തല്ലേ എനിക്ക് പറഞ്ഞൂടാ, നോക്കണം ഗൂഗിളിൽ. നമ്മളെ അതല്ല കരുണാകരൻ നായരല്ല, നമ്മുടെ EK നായരുടെ പേര് ഒരു മുഖ്യമന്ത്രിയുടെ പേര് ജാതി പേരാണ്. അപ്പൊ KK നായർ കരുണാകരൻ നായർ അങ്ങനെ തോന്നണ്. അപ്പം നായർ സാബാണല്ലോ ഈ അവിടെ കളക്ടറായിരിക്കുന്ന സമയത്ത് വിഗ്രഹ പ്രതിഷ്ഠയ്ക്ക് കൂട്ടുന്നതും പിന്നീട് അയാൾ ജനസംഘവും മറ്റൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പോയി MP ഭാര്യ ഉത്തരേന്ത്യക്കാരിയാണ്, ഇദ്ദേഹം മലയാളിയാണ്. പക്ഷെ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം സത്യസന്ധനായ വർഗീയവാദിയും ആത്മാർത്ഥതയുള്ളവരാണ് പലപ്പോഴും ഈ NSSന്റെ ഭാരവാഹികളായിട്ട് വരുന്നവരും. NSS എന്നാൽ ഒരു RSSന്റെ ബദലായിട്ടാണ് ഞാനൊക്കെ പലപ്പോഴും നോക്കി കാണാറ്. നമ്മുടെ സുകുമാരൻ നായർ ഈ അടുത്ത് പറഞ്ഞിരുന്നു ഞാൻ 18 വർഷം കൊല്ലം RSS ആയാണ്. എന്നെനിക്ക് മനസ്സിലായി അതിനേക്കാളും നല്ലതാണ് NSS എന്ന്. അപ്പൊ എത്രത്തോളം കുഴപ്പം പിടിച്ച സ്ഥാനത്തിലേക്കാണ് പോകുന്നത് എന്നുള്ള അർത്ഥത്തിൽ തന്നെ ആയിരിക്കും അദ്ദേഹം പറഞ്ഞത്. സുരേഷ് ഗോപിയുടെ ഒരു തവണ പറയണ്ടായിരുന്നു 2 കാവിക്കുടി ഇവിടെ വേണ്ടാന്ന്. ഏറ്റവും നല്ല കാവിക്കുടിയാണ്. സംവരണത്തിന് ഈ രാജ്യത്തെ പിന്നോക്കാരനോ ദളിതനോ മുസ്ലിമിനോ എന്തെങ്കിലും പ്രശ്നം നേരിട്ടാൽ സുപ്രീം കോടതിയിൽ കേസ് പോകുന്നത് ആരാണ്? NSS ആണ്. കേരളത്തിലെ സവർണ ഹൈന്ദവത എന്ന് പറഞ്ഞാൽ തീർത്തും പറയാം അത് നിലവിൽ NSS ആണ്. SNDPയും ഇപ്പോൾ ആ വഴി പൊക്കോണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ദയനീയത. NSS ഈ പറഞ്ഞ പോലെ രാമക്ഷേത്രത്തിന് ലക്ഷങ്ങൾ സംഭാവന കൊടുത്ത ഏക സമുദായ സംഘടന എന്താണ്? NSS ആണ്. അങ്ങനെ ഈ പറയുന്ന നാട്ടിലെ പിന്നോക്കാരൻ്റെയും ദളിതൻ്റെയും ഇടയിൽ വരെ ഇസ്ലാമോഫോബിയ കുത്തിപ്പടർത്താൻ ഈ സവർണ ഹൈന്ദവതയുടെ തന്ത്രങ്ങൾ പലപ്പോഴും പല സൂത്രത്തിലാണ് ഇടപെട്ടു വരാറ്. ഇന്ന് നമുക്കറിയാം, ഇന്ന് സംവരണമായിട്ട് കൃത്യമായി ബന്ധമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഈ ബാബറി മസ്ജിദ് ധ്വംസനവുമായിട്ട് ബന്ധപ്പെട്ട്. അങ്ങനെ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ ഇവിടുത്തെ പിന്നോക്കക്കാരനും ഈ പറയുന്ന ഈഴവനും ദളിതനും അടങ്ങുന്ന OBCക്കാർക്ക് കൃത്യമായ ബോധ്യം വരും. ഇത് പുറത്തു വന്നു കഴിയുമ്പോൾ ഇവിടുത്തെ വിഭവാധികാര സമ്പത്ത് മുഴുവൻ കൈവശം വെച്ചിരിക്കുന്നത് ഇവിടുത്തെ സവർണ വിഭാഗങ്ങളാണെന്ന് ഉത്തമ ബോധ്യം വരുമ്പോൾ അതിനെ പൊളിക്കാനായിട്ട് തന്നെയാണ് കൃത്യമായ അജണ്ടയോടുകൂടി ഈ പറയുന്ന അദ്വാനി രഥയാത്രയുമായി മുന്നോട്ട് പോയത്. അങ്ങനെ ഈ സവർണ ഹൈന്ദവതയെ നമ്മൾ എങ്ങനെ പൊളിക്കണം എന്നുള്ള ചർച്ചകളും കൂടി ഇതിൽ ഉയർന്നു വരേണ്ടതുണ്ട്. പലപ്പോഴും നമ്മൾ ഈ ജാതിയൊക്കെ പറയുമ്പോൾ എല്ലാവരും പറയും ഈ കാലത്ത് എന്ത് ജാതി, പണ്ടല്ലേ എന്ന് പറയും. ക്ഷേത്രപ്രവേശന വിളംബരം പറ്റിച്ച് അത് ശ്രീകോവിലിൻ്റെ ഉള്ളിൽ കയറ്റിട്ടില്ല ഈഴവ ദളിത് വിഭാഗങ്ങളൊന്നും. ഇപ്പം ഈ അടുത്താണ് കുട്ടപ്പഞ്ചേട്ടനായിട്ട് ഞങ്ങൾ ശ്രീനാരായണ ദർശന പ്രവർത്തകർ കേരളീയത്തിൻ്റെ അന്ന് ദേവസ്വം ബോർഡ് ഓഫീസറെ കരാവ് ചെയ്തു. ഇത് ഈ നമ്മുടെ നാട്ടിലെ പിന്നോക്കക്കാരനും ദളിതനും മുസ്ലിമും ഉൾപ്പെടുന്ന എല്ലാവരും അറിയേണ്ട വിഷയമാണ്. കാരണം നിങ്ങളുടെ സഹോദരരായ ഈഴവ സമുദായത്തിൽ സംഘീവൽക്കരിക്കപ്പെടുന്നവരോട് നിങ്ങൾക്കും പറയണം, SIOക്കാർ പറയണം, ജമാഅത്ത് ഇസ്ലാമിക്കാർ പറയണം, ഫ്രട്ടേണിറ്റിക്കാർ പറയണം, നിങ്ങൾക്ക് സഹോദരരെ ആ സംവിധാനത്തിൽ ഒരു വിലയുമില്ല എന്നുള്ള യാഥാർത്ഥ്യം. കാരണം എന്താ, ഗുരുവായൂർ ക്ഷേത്രത്തിലും ശബരിമലയിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരു പാചകക്കാരനാവാൻ പോലും ബ്രാഹ്മണനായി ജനിച്ചു പോയവരെ നിയമിക്കുകയുള്ളൂ. 50,000 ശമ്പളം കൊടുക്കുന്നതാണ്. അങ്ങനെ ഒട്ടനവധി സമ്പന്ന ക്ഷേത്രങ്ങളിൽ പൂജാരിമാരാവാൻ, വാദ്യകലാകാരനാവാൻ കൃത്യമായ സവർണ ഹൈന്ദവ ജാതിയിലുള്ളവരെ മാത്രം ഈ കാലത്തും 21 നൂറ്റാണ്ടിലും നവോത്ഥാന കേരളം എന്ന് കൊട്ടിഘോഷിക്കുന്ന ഈ കേരളത്തിലും ഇപ്പോഴും നടക്കുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യം നമ്മളും പറയണം. നമ്മളെ സുഹൃത്തുക്കളോട്, സംഘികളായി പോകുന്ന ദളിതരോട്, ഈഴവരോട് സ്നേഹപൂർവ്വം പറയണം, SIO പറയണം, നമ്മുടെ കൂട്ടുകാരോട് പറയണം. ഈ സംവിധാനം സവർണ ഹൈന്ദവ സംവിധാനമാണ് എന്ന് തീർത്തും പറയാൻ നമുക്ക് സാധിക്കും. അതോടൊപ്പം കഴിഞ്ഞ 4 വർഷക്കാലമായി പ്രിയമുള്ളവരെ ഇവിടെ സവർണ സംവരണം നടപ്പിലാക്കിയിട്ട്
നമ്മൾക്ക് അവകാശപ്പെട്ട 10% സീറ്റ് നമ്മളുടെ കുഞ്ഞുമക്കൾക്ക്, നമ്മളുടെ തലമുറയ്ക്ക് അവകാശപ്പെട്ട ഉപരിപഠന വിദ്യാഭ്യാസ മേഖലയിലെ ലക്ഷക്കണക്കിന് സീറ്റുകളാണ് ഇന്ന് മുന്നോക്കക്കാരിലെ പാവപ്പെട്ടവരെന്ന് പറയുന്ന ഈ EWS എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമ്മളെ ചതിക്കാനാണ് ആ പേരൊക്കെ. EWS സാമ്പത്തിക സംവരണം, സവർണ സംവരണമാണ്. എല്ലാ പാവപ്പെട്ടവർക്കും ഇല്ലല്ലോ. അങ്ങനെ ഒരു സവർണ സംവരണം നടപ്പിലാക്കിയിട്ട് 4 വർഷക്കാലം പിന്നിട്ടു. പലപ്പോഴും എൻ്റെ പല സവർണ സമുദായത്തിൽ ജനിച്ചു പോയ സുഹൃത്തുക്കൾ പറയും ഈ വിഷയം ഇപ്പോഴും അറിയാത്തത് പൊന്നു ചേട്ടാ ഈ ചോമാർക്കും കാക്കാമാർക്കും എന്ന് പറയും. അങ്ങനെയാണ് എന്നോട് പറയാം. ഇത് എന്തൊരു അവസ്ഥയാണ് ചേട്ടാ, ഭയങ്കര അവസ്ഥയാണ്. പലപ്പോഴും ഈഴവ മുസ്ലിം സമുദായത്തിലെ സഹോദരർ ഈ പറയുന്ന പാർട്ടികളുടെ അടിമകളായി പ്രവർത്തിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള വിഷയത്തെക്കുറിച്ച് യാതൊരു ജാഗ്രതയും ഇല്ലാതെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇവർ ഇടതുപക്ഷവും BJPയും കൂടി ഒന്നിച്ച് നടപ്പിലാക്കിയാണ് സവർണ സംവരണം. രാജ്യത്ത് പാസ്സാക്കി പിറ്റേ ദിവസം ഈ കേരളത്തിൽ നടപ്പിലാക്കി. എന്നിട്ട് പാവപ്പെട്ടവർക്കാണ് കൊടുക്കുന്നതെന്ന് പറയുന്നത്. അതാണ് നമ്മൾ ശ്രദ്ധിച്ചു. പാവപ്പെട്ടവർക്ക് കൊടുക്കേണ്ടതല്ല സംവരണം. സംവരണത്തിന്റെ മാനദണ്ഡം സമ്പത്തല്ല, പോട്ടെ. സംവരണത്തിന്റെ മാനദണ്ഡം ഒന്ന് ആലോചിച്ച് നോക്കണം. കൊച്ചി കോർപ്പറേഷനിൽ 50 സെന്റ് ഭൂമിയുള്ള സവർണം പാവപ്പെട്ടവനാണ്. ഇത് എന്ത് പാവപ്പെട്ടവനാണെന്ന് മനസ്സിലാവാത്തത്? പഞ്ചായത്തിൽ 2.5 ഏക്കർ ഭൂമിയുള്ള സവർണം പാവപ്പെട്ടവനാണ്. മുനിസിപ്പാലിറ്റിയിൽ 75 സെന്റ് ഭൂമിയിലുള്ള സവർണം പാവപ്പെട്ടവനാണ്. ഇത്രയും നാൾ മെറിറ്റ് വാദം പറഞ്ഞിരുന്ന സവർണ ഹൈന്ദവ ആളുകൾ എവിടെ പോയി? ഇപ്പൊ 1000 റാങ്കുള്ള ഇഴവനും മുസ്ലിമിനും MBBS-ലും +2-ലും LLB-ക്കും സീറ്റില്ല. 3000 റാങ്കുള്ള കൊച്ചി കോർപ്പറേഷനിലെ 50 സെന്റ് ഭൂമിയുള്ള പാവപ്പെട്ട കോടീശ്വരന്റെ മക്കൾക്ക് സീറ്റുണ്ട്. എന്തിനാണ് നമ്മൾ ഇങ്ങനെ ഈഴവ ദളിത് മുസ്ലിം സമുദായങ്ങൾ ഇവിടെ ഇങ്ങനെ ജീവിക്കുന്നു എന്നുള്ള ചോദ്യം കേരളത്തിന്റെ തെരുവോരങ്ങൾ ഉയർന്നു വരേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു പ്രിയമുള്ളവരെ. ആ പോരാട്ടം സവർണ ഹൈന്ദവതയ്ക്കെതിരെയുള്ള പോരാട്ടം കൂടിയാണ്. ആ പോരാട്ടം ബാബറി മസ്ജിദ് പോലുള്ള ഇടങ്ങളിൽ ഇനി ഒരിക്കലും ആവർത്തിക്കരുതെന്നും ബാബറി മസ്ജിദ് പുനഃസ്ഥാപിക്കണമെന്നും ബാബറി മാത്രമാണ് നീതിയെന്നും പറയാനുള്ള പോരാട്ടം കൂടിയാണ്. അവിടെ കൂടെ നിർത്തേണ്ടത് ഈ പറയുന്ന ചതിക്കപ്പെട്ടു പോകുന്ന അടിമകൾ എന്ന് പറയുന്ന അടിമകളായി രക്തസാക്ഷിയാവാനും ബലിദാനയാവാനും നടക്കുന്ന ദളിത് പിന്നോക്ക സമുദായങ്ങളെ ബോധവൽക്കരിക്കാൻ നിങ്ങളും കൂടെ ഉണ്ടാവണം. RSS അവസാനിക്കേണ്ടത്, സവർണ ഹൈന്ദവത അവസാനിക്കേണ്ടത് കേവലം കമ്മ്യൂണിസ്റ്റുകാരുടെ മാത്രം ആവശ്യമല്ല, കേവലം മുസ്ലിമായി സമുദായത്തിൽ ജനിച്ചു പോയവരുടെ മാത്രം ആവശ്യമല്ല, കോൺഗ്രസ്സുകാരുടെ ആവശ്യമല്ല, മറിച്ച് RSS അവസാനിക്കേണ്ട സത്യത്തിൽ കേരളത്തിലും ഈ രാജ്യത്തെ പിന്നോക്കക്കാരന്റെയും ദളിതന്റെയും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ SI ഉയർത്തുന്ന, ജമാഅത്ത് ഇസ്ലാം ഉയർത്തുന്ന സവർണ ഹൈന്ദവതയ്ക്കെതിരെയുള്ള പോരാട്ടങ്ങളിൽ ഈഴവരാതി പിന്നോക്ക സമൂഹം അല്ലെങ്കിൽ ശ്രീനാരായണ ദർശനവേദി പ്രസ്ഥാനം ഉണ്ടാകുമെന്ന് ഉറപ്പു പറഞ്ഞുകൊണ്ട് പ്രിയമുള്ളവരെ നിർത്തുന്നു. അഭിവാദ്യം.